ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്നത്തെ ഒരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. ഇതിനകത്ത് ചോദിച്ചിരുന്നത് ലേബർ പെയിനിനെ കുറിച്ചിട്ട് പറയാമോ എന്നുള്ളതായിരുന്നു. നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് ലേബർ പെയിൻ എന്ന് പറയുന്നത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമല്ലേ, ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇടേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണോ? ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് അതൊരു വലിയ സംഭവമായിരിക്കില്ല, അതല്ലെങ്കിൽ ഇനി പ്രസവിക്കില്ല എന്നുള്ള കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കും നമ്മൾ ആ വേദനയൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഈ വീഡിയോ അങ്ങനെയുള്ളവർക്കല്ല. ഈ ഡെലിവറി സ്റ്റോറീസൊക്കെ ഒത്തിരി കേട്ട് പേടിച്ച് ഓരോ ദിവസം മുമ്പോട്ട് പോകുന്ന ആദ്യത്തെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. സോ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിരുന്നത് സെപ്റ്റംബർ 30 ആയിരുന്നു 2023. പക്ഷേ എനിക്ക് സെപ്റ്റംബർ 29 ഉച്ചയായപ്പോൾ തന്നെ വാട്ടർ ബ്രേക്കായി. അപ്പോഴത്തേക്ക് സമയം ഒരു 1:30 ആയിട്ടുണ്ടാവും. അവിടെ നമ്മളൊരു 2 മണിയായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ എനിക്ക് പെയിനൊന്നുമില്ല, പക്ഷേ ഡോക്ടർ അപ്പോൾ തന്നെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് റൂമിൽ കൊണ്ടുപോയി. എനിക്ക് അപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് പുറത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ആ മെംബ്രെയിൻ ബ്രേക്കായിപ്പോയി, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാം എന്തായാലും പെയിൻ, വേഗം അങ്ങ് ഡെലിവറി നടക്കും എന്ന് പറഞ്ഞു. സെർവിക്സ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, വേദനിച്ചാലും പ്രശ്നമൊന്നുമില്ല, കുഞ്ഞിനെ പെട്ടെന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുക. ഇവർ ലേബർ റൂം റെഡിയാക്കാനായിട്ട് പോയി. കുറേ നഴ്സുമാരും ഡോക്ടറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യണം. അപ്പോഴൊന്നും എനിക്ക് പെയിനൊന്നുമില്ല. ഒരു 2:15 ആയപ്പോഴത്തേക്ക് ചെറിയ ഒരു പെയിൻ വന്നു തുടങ്ങി. അതായത് എങ്ങനെ പറയാം, ഈ പീരീഡ്സൊക്കെ സ്റ്റാർട്ടാകുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റുമല്ലോ ഒരു ചെറിയൊരു പെയിൻ, അങ്ങനെ ഒരു പെയിനാണ് വരുന്നത്. അതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അറിയത്ത പോലുമില്ല, അങ്ങനത്തെ ഒരു പെയിനാണ്. ഒരു 2:15 ആയപ്പോഴത്തേക്ക് എന്നെ ലേബർ റൂമിനുള്ളിൽ കൊണ്ടുപോയി. ലേബർ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനുള്ള മരുന്നും ഒരു ഇഞ്ചക്ഷനായിട്ട് തന്നു. പിന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ പെയിൻ കൂടാനായിട്ട് തുടങ്ങി. ഈ ഓരോ കോൺട്രാക്ഷൻ വരുമ്പോഴും വയറിങ്ങനെ ഭയങ്കരമായിട്ട് കല്ല് പോലെ ആവുന്നുണ്ടായിരുന്നു, ഭയങ്കര ഹാർഡായിട്ട്. എനിക്ക് തന്നെ തൊടുമ്പോൾ അറിയാം ഇങ്ങനെ ഹാർഡായിട്ട് നിൽക്കും. ഒരു 5 to 10 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും സോഫ്റ്റ് ആവും, ആ വേദനയങ്ങ് പോവും. അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒക്കെ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ പെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ നല്ല പെയിനുള്ളൊരു പീരീഡ്സ് വന്നാൽ എന്തായിരിക്കും അവസ്ഥ, ആ സെയിം കാര്യം തന്നെയാണ്. ഇങ്ങനെ പെയിൻ വരുമ്പോൾ ഞാൻ കുറച്ചിങ്ങനെ കയ്യും കാലും ഒക്കെ ഒന്ന് മുറുക്കി പിടിക്കും, അത് കഴിയുമ്പോൾ അങ്ങ് റിലാക്സ് ആകും. ഇതിനിടയ്ക്ക് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ലേബർ റൂമിനകത്ത് അവർ അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. അതുപോലെ തന്നെ എന്നെ നോക്കാൻ തന്നെ ഒരു 4-5 നഴ്സസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് അവിടെ വേറെ ആരുമില്ല പ്രസവിക്കാനായിട്ട്. രാവിലെയൊക്കെ 1-2 കേസസ് ഉണ്ടായിരുന്നു, പക്ഷെ ആ ഒരു ടൈമിൽ അവിടെ ആരും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരുടെ അറ്റൻഷനും എൻ്റെ മുകളിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് സുഖമായിരുന്നു. ഒരുപാട് നഴ്സുമാർ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. എനിക്ക് കുടിക്കാൻ ജ്യൂസൊക്കെ തന്നു. ചില സ്ഥലങ്ങളിൽ കുടിക്കാനൊന്നും കൊടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ വാട്ടർ ബ്രേക്ക് ആവുന്നതൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ കൊണ്ട് തന്നു. സോ എനിക്ക് സുഖമായിരുന്നു. പാട്ടൊക്കെ ഇട്ട് തന്നു. നല്ല സുഖിച്ചിങ്ങനെ കിടക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വേദന വരുമ്പോൾ ആ ഒരു ടൈം മാത്രം ഞാൻ അനങ്ങത്തില്ല, ഇങ്ങനെ മിണ്ടാണ്ട് കിടക്കും. അത് കഴിഞ്ഞ് വീണ്ടും അവരോടൊക്കെ സംസാരിക്കും. അങ്ങനെയായിരുന്നു. എങ്കിൽ ഇതൊരു ഭയങ്കര ഭോഷായിട്ടുള്ള അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലൊന്നും അല്ല, ഒരു സാധാരണ ഹോസ്പിറ്റലായിരുന്നു ഞാൻ പ്രസവിച്ചത്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ രത്ന എന്ന് പറഞ്ഞ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ളൊരു ഹോസ്പിറ്റലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഏഞ്ചൽസ് എന്നൊക്കെ പറയില്ലേ, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഒരു നഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. വേറൊരു നഴ്സ് എൻ്റെ സൈഡിൽ നിന്നിട്ട് എൻ്റെ ഹാർട്ട് റേറ്റ്, കുട്ടിയുടെ ഹാർട്ട് റേറ്റ്, കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ സൈഡിൽ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കോൺട്രാക്ഷൻസ് വന്നു തുടങ്ങി. ഈ 5 to 10 സെക്കൻഡ്സ് എന്നുള്ളത് 1 മിനിറ്റ് വരെയൊക്കെ പെയിൻ ഇങ്ങനെ നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പോഴത്തേക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ സൈഡിൽ ഒരു നഴ്സ് എന്തോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഈ പെയിനിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഓരോ പ്രാവശ്യം റിലാക്സ് ആകുമ്പോഴേ എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു തവണ ഞാനിങ്ങനെ എന്നോടാണോ ഈ പറയുന്നത്, എന്തോ പറയുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴാണ് പുള്ളിക്കാരി എൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചിട്ട് പ്രെയർ പറയുക. പുള്ളിക്കാരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, അയ്യോ എന്നോട് പലരും എന്തൊക്കെ സ്റ്റോറീസാണ് പറഞ്ഞിട്ടുള്ളത്, ലേബർ റൂമിലുള്ള ഭയങ്കര, അതായത് ഇനി ഒരിക്കലും പ്രസവിക്കത്തില്ല എന്നൊക്കെയുള്ള അങ്ങനത്തെ രീതിക്കുള്ള അനുഭവങ്ങളൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് ഞാനെന്ന് എനിക്ക് തോന്നിയൊരു ദിവസമാണത്. അറ്റം കെയർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. പ്രസവിക്കാൻ പോകുന്നവരോട് മാത്രമല്ല, ഇത് കാണുന്നൊരു
നഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അവിടെ കിടക്കുന്ന സ്ത്രീ ഭയങ്കര വേദന അനുഭവിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. എല്ലാവരും അനുഭവിക്കുന്ന വേദനയല്ലേ, നിനക്ക് മാത്രം അനുഭവിച്ചാൽ നീ സഹിച്ചാൽ എന്താണ്, അല്ലെങ്കിൽ നിനക്ക് മാത്രമേ ഉള്ളല്ലോ ഈ കരച്ചിലൊക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കരുത്. അതൊക്കെ അനുഭവിച്ചിട്ടുള്ള ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് കേട്ട സ്റ്റോറീസൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെയാണ് ഞാൻ ഉള്ളിൽ പോകുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ കെയർ ചെയ്താൽ തന്നെ പകുതി വേദന നമ്മൾ അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്ക് സഹിക്കാനുള്ളൊരു കഴിവ് വരും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കോൺട്രാക്ഷൻസ് ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്ക് പീരീഡ്സിൻ്റെ പെയിൻ എന്ന് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെയിനാണ് എനിക്ക് തോന്നിയത്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചാൽ, നമുക്ക് നല്ല കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ ഒരു പെയിൻ ഉണ്ടല്ലോ, ഭയങ്കര കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ ഉള്ള പെയിൻ, ആ സെയിം പെയിൻ ആയിരുന്നു എനിക്ക് ഈ ലേബർ പെയിനായിട്ട് തോന്നിയത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് വയറിൽ കിടക്കുന്ന സംഭവം വെളിയിൽ വരുന്നുമില്ല, എങ്കിൽ ഉള്ളിൽ അത് അടങ്ങി കിടക്കുന്നുമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. എണീറ്റ് ഓടാനും പറ്റത്തില്ല, ഇത് സഹിക്കും വേണം, അങ്ങനത്തെ ഒരു കാര്യമാണ്. എങ്കിലും സഹിക്കാൻ വയ്യാത്ത വേദനയാണെന്ന് വെച്ചാൽ അല്ല കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര പ്രഷറാണ് തോന്നുന്നത്. എൻ്റെ ബാക്ക് ബോണിലൊരു നല്ല രീതിക്കുള്ളൊരു പ്രഷർ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഓരോ കോൺട്രാക്ഷൻ വരുമ്പോഴും ഞാനിങ്ങനെ മിണ്ടാണ്ട് കിടക്കും. എങ്കിൽ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഞാൻ കരഞ്ഞതേ ഇല്ല. അത്രയും വേദന ഞാൻ അറിഞ്ഞുള്ളൂ കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ പറയില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് അതങ്ങനെ ആയിരുന്നു. ഏതാണ്ടൊരു 4 ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല രീതി കുറേയൊക്കെ ഡയലേറ്റ് ആയിട്ടുണ്ടെന്ന് ഇങ്ങനെ നഴ്സ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. വേഗം ആകും, പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു കുട്ടി ജനിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെർവിക്സിൻ്റെ റീജിയൻ 10 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയിട്ടുണ്ടാവണം. ഈ ഒരു സിറ്റുവേഷനിലാണ് കുട്ടി പുറത്ത് വരുന്നത്. അപ്പോൾ എനിക്കൊരു 6 സെൻറ്റിമീറ്റർ 5-6 സെൻറ്റിമീറ്റർ ഒക്കെ ആകുന്നത് 4:15 4:30 ഒക്കെ ആയപ്പോഴത്തേക്കും അത്രയൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കുട്ടി ഒരു ഇച്ചിരി വെയിറ്റ് കുറവും കൂടെ ആയിരുന്നു കേട്ടോ. 2.2 kg ഉള്ളൂ, കുഞ്ഞു കുട്ടിയാണ്, പെട്ടെന്ന് ഇപ്പം തന്നെ പുറത്ത് വരുമെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. 10 സെൻറ്റിമീറ്റർ ഒന്നും ഡയലേറ്റ് ആകേണ്ട കാര്യമില്ല. ഡോക്ടർ അപ്പം തന്നെ എത്തി. എന്നോട് പറയാത്ത എന്തോ ഒന്ന് ഹസ്ബൻഡിനോട് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹസ്ബൻഡ് വെളിയിൽ പോയിട്ടൊക്കെ വരുന്നു. ആകെ മൊത്തത്തിൽ ഒരു പരിഭ്രാന്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്, 6 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയി എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും ഒരു നഴ്സ് വന്നിട്ട് പറഞ്ഞു, കുട്ടിയുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകുന്നുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, സി സെക്ഷൻ അങ്ങ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എമർജൻസി സി സെക്ഷനാണ് ചെയ്തത്. അപ്പോൾ ഇതിന് ശേഷമുള്ള നോർമൽ ഡെലിവറിയുടെ പെയിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആരുമല്ല. അതുവരെയുള്ള പെയിൻ എന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റുന്ന വേദനയാണ്. അങ്ങനെ കരയാനും മാത്രം അങ്ങനത്തെ വേദനയല്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ മുറുക്കി പിടിച്ച് നിർത്താവുന്നുള്ള വേദന അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ അവർ ഓപ്പറേഷൻ തിയേറ്ററൊക്കെ റെഡിയാക്കി എന്നെ ഭയങ്കര സ്പീഡിലൊക്കെ കേട്ടോ കൊണ്ടുപോയത്. പെട്ടെന്ന് ഈ നട്ടെല്ലാം അനസ്തേഷ്യ ഒന്നും അതൊക്കെ പെട്ടെന്നായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മിനിറ്റിനുള്ളിൽ ഈ സംഭവങ്ങളൊക്കെ അവിടെ എന്നെ ഇരുത്തിയതും ഇഞ്ചക്ഷൻ തന്നതും കിടക്കാൻ പറഞ്ഞതും ഒക്കെ കൂടെ ഒരു മിനിറ്റേ ഉണ്ടാവുള്ളൂ. അത്ര സ്പീഡിലാട്ടോ എല്ലാം ചെയ്തത്. കുട്ടിയുടെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് ഡ്രോപ്പായിന്ന് പിന്നെ എന്നോട് നഴ്സൊക്കെ വന്നിട്ട് പറഞ്ഞു, എന്ന് വെച്ചാൽ ഒരു ഡേഞ്ചറസ് ആയ ഒരു സ്റ്റേജിൽ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കിടത്തി. ഞാൻ കിടന്നൊരു കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ എനിക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കായിരുന്നു. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ പുറത്തെടുത്തു. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോകും എന്ന് പേടിച്ചിട്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ നിന്നിരുന്നതെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അറിഞ്ഞു. പക്ഷെ കുട്ടീനെ പുറത്തെടുത്തപ്പോൾ അവൾ അപ്പം തന്നെ കരഞ്ഞു, ഭയങ്കര ആക്റ്റീവായിരുന്നു, കുഴപ്പമൊന്നുമില്ല, ഫീഡ് ചെയ്തപ്പോൾ കുടിക്കുന്നുണ്ടായിരുന്നു, അതൊന്നും പ്രശ്നമില്ലായിരുന്നു. ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒക്കെ സംഭവങ്ങൾ എനിക്ക് കാണാൻ പറ്റത്തില്ല നമുക്ക്, പക്ഷേ എനിക്ക് അറിയാം സ്റ്റിച്ച് ചെയ്യുവാണെന്ന് എന്നോട് പറഞ്ഞു. 10 മിനിറ്റ്സ് ആകും എന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റിച്ച് ഇടുന്നതൊക്കെ എനിക്ക് അറിയായിരുന്നു എന്ന് വെച്ചാൽ പെയിൻ അറിയായിരുന്നു എന്നല്ല, ഡോക്ടേഴ്സിൻ്റെ ഫേസ് മാത്രം എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാമായിരുന്നു. സോ അത് ഞാൻ നോക്കി കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ICUലോട്ട് മാറ്റി. ആദ്യം ഒന്നും അറിയത്തില്ല, പെയിനേ അറിയത്തില്ല, നല്ല സുഖമുള്ള പരിപാടിയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതങ്ങനെയല്ല. ഒരു 11:30 ഒക്കെ ആയി, നൈറ്റ് 11:30 ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ രീതിക്ക് വേദന അറിഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. ഒരു മുറിവുണ്ടെങ്കിൽ എങ്ങനെയാണോ പെയിൻ അറിയുന്നത് അതുപോലത്തെ പെയിനായിരുന്നു. സഹിക്കാൻ വയ്യാത്ത വേദനയൊന്നും അല്ല. അടുത്ത ദിവസമായി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് എണീറ്റ് നടക്കാൻ പറഞ്ഞപ്പോഴാണ് സി സെക്ഷൻ്റെ വേദന ഞാൻ അറിയുന്നത്. ഈ സി സെക്ഷൻ ചെയ്യുന്നത് കൊണ്ട് വേദന ഇല്ലാണ്ട് പ്രസവിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ പിടിച്ച് ഭിത്തിക്കടിക്കാൻ തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. ഇതിനേക്കാളും ഭേദം ആ നോർമൽ ഡെലിവറിയുടെ പെയിൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ അവിടുത്തെ ആ സ്കിന്നും അതിന് താഴെയുള്ള മസിൽസും എല്ലാം കൂടെ വലിച്ചിങ്ങെടുത്താൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ വേദനയായിരുന്നു. ഈ 2 പെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നോർമൽ ഡെലിവറിക്ക് വരുന്ന പെയിനിൽ നിന്നും നമുക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല, അത് സ്വയം വരുന്നതാണ്. ഓരോ കോൺട്രാക്ഷൻ്റെ സമയത്തും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും, നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ
സി സെക്ഷൻ്റെ കാര്യത്തിലെ വേദന എന്ന് വെച്ചാൽ വോളണ്ടറിലി നമ്മൾ എപ്പോഴാണോ അനങ്ങുന്നത് നമുക്ക് അനങ്ങാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ടോയ്ലറ്റിൽ പോകാൻ അനങ്ങണം, ഡ്രസ് ചേഞ്ച് ചെയ്യാൻ അനങ്ങണം, കുട്ടീനെ ഫീഡ് ചെയ്യാൻ അനങ്ങണം, ഇങ്ങനെ പല കാര്യത്തിന് അനങ്ങണമല്ലോ. ഇങ്ങനെ ഓരോ തവണ അനങ്ങുമ്പോഴും വേദനിക്കും. അത് നമുക്ക് എങ്ങനെയാണൊന്ന് കുറച്ചെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ തന്നെ ഓരോ മൂവ്മെൻറ്റ്സും വളരെ മെല്ലെ ആക്കണം. അതായത് എണീക്കുമ്പോൾ ചാടി എണീക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ജർക്കി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് എത്രത്തോളം സ്ലോ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ലോ ആയിട്ട് മൂവ് ചെയ്താൽ ഈ വേദനയെ നമുക്ക് ഒരുവിധമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം ഒരാളുടെ സപ്പോർട്ടോടുകൂടി നടക്കാൻ നോക്കണം. 5 ദിവസം ഈ പെയിൻ ഉണ്ടാകും. 5ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അറിയത്ത പോലുമില്ല ആ പെയിൻ, അങ്ങനെ അവിടെ ഒരു സംഭവം ഉള്ളത് പോലും അറിയത്തില്ല. അപ്പോൾ ഈ 5 ദിവസവും ആരെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളെ പിടിച്ചിങ്ങനെ നിർത്താൻ പറ്റുന്ന ഒരാളുടെ സപ്പോർട്ടിൽ വളരെ സ്ലോ ആയിട്ട് നടക്കണം. നടക്കാണ്ടിരിക്കരുത്. വേദനിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അനങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ ഈ മുറിവ് ഉണങ്ങാനായിട്ട് ലേറ്റ് ആകും. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. അനങ്ങുക തന്നെ വേണം. ടോയ്ലറ്റിലൊക്കെ പോകുമ്പോഴും ഹസ്ബൻഡിനോട് കൂടെ വരാനായിട്ട് ആവശ്യപ്പെടുക. എൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്നെ കുളിപ്പിച്ചതുപോലെ എൻ്റെ ഹസ്ബൻഡാണ്. സോ അങ്ങനെയൊക്കെ നിങ്ങൾ ആരാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അവരെ കൂടെ നിർത്തുക. സോ ഇതായിരുന്നു ഈ നോർമൽ ഡെലിവറിക്കും സി സെക്ഷൻ്റെ പെയിനും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഈ നോർമൽ ഡെലിവറിയുടെ എൻഡ് എങ്ങനെയാണെന്നുള്ളത് പറയാൻ എനിക്കറിയില്ല, കാര്യം ഞാനത് ഫേസ് ചെയ്തിട്ടില്ല. പ്രസവം കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരു 10 മിനിറ്റ് കൂടെ കുട്ടിക്ക് കുഴപ്പമില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഡെലിവറി നടക്കുമായിരുന്നു, കുഞ്ഞു കുട്ടിയും കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവസാനമൊക്കെ പെയിൻ അറിയില്ല എന്നാണ്. കാര്യം ഈ പുഷ് ചെയ്ത് ബോഡി കുട്ടീനെ പുറത്തെടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ആ കുട്ടി പുറത്ത് വരുന്ന എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, ആ പുഷ് ചെയ്യുന്ന മാത്രമേ നമ്മൾ അറിയത്തുള്ളൂ, ആ പ്രഷർ മാത്രമേ അറിയുള്ളൂ, ആ പെയിൻ അറിയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെജൈനയുടെ സൈഡിൽ എപ്പിസിയോട്ടമി ചെയ്യുമല്ലോ, ഒരു കട്ടിട്ട് കൊടുക്കുമല്ലോ കുട്ടി ഈസി ആയിട്ട് പുറത്ത് വരാനായിട്ട്. അതിന് എപ്പിസിയോട്ടമി എന്നാണ് പറയുക. സോ ഈ എപ്പിസിയോട്ടമി ചെയ്യുന്നതും അതിൻ്റെ സ്റ്റിച്ച് ഇടുന്നതും ഒക്കെ ചിലർ അറിയാറില്ല. ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പെയിൻറ്റിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തത് പോലും അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ പക്ഷെ സ്റ്റിച്ച് ചെയ്യുന്നത് പലരും അറിയാറുണ്ട് കേട്ടോ. അവിടെ മരവിപ്പിച്ചിട്ടാണ് പലർക്കും പല ഹോസ്പിറ്റലിൽ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെയിനൊന്നും അറിയാറില്ല. അതുപോലെ തന്നെ ഡെലിവറിയുടെ സമയത്തും മിക്ക ഹോസ്പിറ്റലിലും എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. പെയിൻ അറിയാണ്ട് കുട്ടി പുറത്ത് വരുന്ന അതിന് വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യ ആണ് ഈ എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ചില ഹോസ്പിറ്റൽസിൽ ഇതൊന്നും തന്നെ ചെയ്യാറില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും, ഈ പെയിനൊക്കെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് തുടങ്ങുന്നു നിങ്ങളുടെ ഡെലിവറി സ്റ്റോറി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഒരുപാട് പേരോട് ചോദിച്ചിട്ട് സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് അവിടുത്തെ ഡോക്ടേഴ്സ് നഴ്സസൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഹോസ്പിറ്റൽ ചൂസ് ചെയ്യുക. സോ ഒരു ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡെലിവറി സ്റ്റോറി നിങ്ങൾക്കും പറയാൻ പറ്റട്ടെ. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.